ദുർബലമായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയില്ലാത്ത സർക്കാർ എന്ന പ്രതിച്ഛായ മറികടക്കാൻ കേന്ദ്ര സർക്കാർ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇതിനായി ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ വേണ്ട 2/3 ഭൂരിപക്ഷം ലോക്സഭയിലോ രാജ്യസഭയിലോ തങ്ങൾക്കില്ല എന്ന ബോധ്യം അവർക്കുണ്ട്. പക്ഷേ ഈ സർക്കാർ നേരിടുന്ന ക്രെഡിബിലിറ്റി ഡെഫിസിറ്റിനെ അഥവാ വിശ്വാസ്യതാ കുറവിനെ മറികടക്കാൻ ഇങ്ങനെയെങ്കിലും ഒരു വിഷയമുയർത്തി നിശ്ചയദാർഢ്യമുള്ള നേതാവ് എന്ന നരേന്ദ്രമോദിയുടെ സാങ്കല്പിക പ്രതിച്ഛായ സൃഷ്ടിക്കുകയാണ് BJP ലക്ഷ്യമിടുന്നത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള 3ാമത്തെ സർക്കാർ അധികാരത്തിലേറിയിട്ട് 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. 1ഉം 2ഉം സർക്കാരുകളെ മോദി സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നതെങ്കിൽ ഇത്തവണ അത് മോദി സർക്കാരോ BJP സർക്കാരോ അല്ല, NDA സർക്കാരാണ്. ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരമേറ്റെടുക്കുന്ന സർക്കാരിൻ്റെ ആദ്യ 6 മാസമോ 1 വർഷമോ അതിൻ്റെ ഹണിമൂൺ കാലയളവാണ്. സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയും മുന്നണിയും വ്യക്തിയും വിജയപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന കാലം. വിജയം മറ്റെല്ലാ കുറ്റങ്ങളെയും കുറവുകളെയും മറയ്ക്കും. തെരഞ്ഞെടുപ്പ് കാലത്തെ തർക്കങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും മറക്കും. മാധ്യമങ്ങൾ വിജയികളുടെ വീരഗാഥകൾ പാടും. സർക്കാരിൻ്റെ വീഴ്ചകളെ അവർ കാണാതെ പോകും. പക്ഷേ ഇത്തവണ വിജയിച്ച പ്രധാനമന്ത്രിക്കോ പാർട്ടിക്കോ മുന്നണിക്കോ സാധാരണ രീതിയിലുള്ള ആഹ്ലാദമില്ല. വിജയിച്ചവരുടെ തന്ത്രങ്ങൾ എവിടെയൊക്കെയാണ് പാളിപ്പോയത് എന്നാണ് നിരീക്ഷകർ വിശകലനം ചെയ്തത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ, കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ, ബജറ്റിനോടുള്ള ഇടത്തരക്കാരുടെ പ്രതിഷേധങ്ങൾ, ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. BJPയുടെ ഉത്തർപ്രദേശ് ഘടകത്തിനുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമാകുന്നു. പ്രധാനമന്ത്രിയെ ജനം പരാജിതനായി കാണുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ അവർ വിജയിയായി പരിഗണിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലത്തെ താരം രാഹുൽ ഗാന്ധിയാണെന്ന കാര്യം ഇന്ന് അദ്ദേഹത്തിൻ്റെ കടുത്ത വിമർശകർ പോലും അംഗീകരിക്കുന്നു. പാർലമെൻറ്റിനുള്ളിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഇടപെടലുകളും വലിയ ജനശ്രദ്ധ നേടുന്നു, പ്രശംസിക്കപ്പെടുന്നു. മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദൃശ്യത പ്രധാനമന്ത്രിയുടെ അപേക്ഷിച്ച് പല മടങ്ങ് വർദ്ധിക്കുന്നു. നരേന്ദ്രമോദിയുടെ ശരീരഭാഷ പരാജിതൻ്റേതായി അനുഭവപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ വിജയിയുടെ ഊർജം നിറഞ്ഞു നിൽക്കുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാലം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വിമർശനങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ അവസാന വർഷം പോലെയാണ് ഈ കാലം അനുഭവപ്പെടുന്നത്. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതവരുടെ പ്രതീക്ഷകളുടെ ഹണിമൂൺ കാലമാണ്. തീർച്ചയായും ശക്തനായ ജനപിന്തുണയുള്ള പൊതു അംഗീകാരം നേടിയ ഒരു നേതാവ് എന്ന നിലയിലാണ് രാഹുൽ ഗാന്ധിയെ നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിൻ്റെ ഭാവി രാഹുലാണെന്നത് വലിയൊരു ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്നു. വലിയ തോതിൽ അവഗണിക്കപ്പെട്ട, തെറ്റിദ്ധരിക്കപ്പെട്ട, നിസ്സഹായനായി വിലയിരുത്തപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടമാണ്. അതേസമയം ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രതിച്ഛായ രാഹുലിന് വലിയ അംഗീകാരം എന്ന പോലെ തന്നെ വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് രാഹുൽ ഗാന്ധി അടിയന്തരമായി നേരിടുന്ന വെല്ലുവിളി. മഹാരാഷ്ട്ര, ഹരിയാന, ഝാർഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചിരിക്കുന്നു. മോഡിയുടെയും BJPയുടെയും പ്രഭാവം അവസാനിക്കുകയാണ് എന്ന് ഉറപ്പുവരുത്താൻ ഇതിൽ 2 സംസ്ഥാനങ്ങളിലെങ്കിലും, വിശേഷിച്ച് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇന്ത്യ മുന്നണി വിജയിക്കണം. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേനയും ശരത് പവാറിൻ്റെ NCPയും ചേർന്ന മഹാവികാസ് ആഘാഡി ആകെയുള്ള 48 സീറ്റിൽ 31 സീറ്റുകളിലും വിജയിച്ചിരുന്നു. BJPയും ഷിൻഡെ വിഭാഗം ശിവസേന, അജിത് പവാർ വിഭാഗം NCP എന്നീ കക്ഷികളും ചേർന്ന NDAയ്ക്ക് 17 സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ. സ്വതന്ത്രനടക്കം 14 സീറ്റിൽ വിജയിച്ച കോൺഗ്രസ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് 9 സീറ്റും ശരത് പവാർ NCPക്ക് 8 സീറ്റും ലഭിച്ചു. കഴിഞ്ഞ ലോക്സഭയിൽ 23 അംഗങ്ങളുണ്ടായിരുന്ന BJP 9 അംഗങ്ങൾ മാത്രമാണ് വിജയിക്കാനായത്. അവർ 28 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. മഹാവികാസ് ആഘാഡി വൻ വിജയമാണ് നേടിയത്. അവരുടെ വിജയത്തിൻ്റെ കാരണമായി വിലയിരുത്തപ്പെട്ടത് ശിവസേനയെയും NCPയെയും പിളർത്താൻ വേണ്ടി BJP നടത്തിയ നീക്കങ്ങളോടുള്ള ജനങ്ങൾക്കുള്ള എതിർപ്പായിരുന്നു. ഉദ്ധവ് താക്കറെ സർക്കാരിനെ മറിച്ചിടാനായി BJP ശിവസേനയെ പിളർത്തി ഏകനാഥ് ഷിൻഡെയെ മുഖ്യമന്ത്രിയാക്കി. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായ ശരത് പവാറിൻ്റെ പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ നേതൃത്വത്തിൽ
ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഉപയോഗിച്ചാണ് ഈ പിളർപ്പുകൾ സാധ്യമാക്കിയത് എന്നത് വ്യക്തമായിരുന്നു. യാതൊരു തത്വദീക്ഷയുമില്ലാത്ത അധികാര ദുർവിനിയോഗമാണ് BJP നടത്തിയത്. ഇത് വലിയ സഹതാപ തരംഗമാണ് ഉദ്ധവ് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായി സൃഷ്ടിച്ചത്. ഈ വിഷയമുയർത്തി ഇരുവരും BJPക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തി. അതിന് വലിയ പ്രതികരണമായിരുന്നു ജനങ്ങളിൽ നിന്നുമുണ്ടായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് വ്യത്യസ്തമായ സർവേകളിൽ നിന്നും വ്യക്തമാകുന്നത്. പുറത്തു വരുന്ന സർവേകൾ പ്രകാരം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആകെയുള്ള 288 സീറ്റുകളിൽ 165 സീറ്റുകൾ വരെ മഹാവികാസ് അഘാഡി നേടാം എന്നതാണ് തെളിയുന്നത്. ഇവിടെയാണ് രാഹുൽ നേരിടുന്ന ആദ്യ വെല്ലുവിളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ പരിഗണന ലഭിക്കണമെന്ന് കോൺഗ്രസിലെ ശക്തമായ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാനുള്ള അവസരവും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി പദവുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇത് മഹാവികാസ് അഘാഡിയിൽ ഭിന്നിപ്പുണ്ടാക്കുമെന്ന് ഉറപ്പാണ്. മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറെ ഉയർത്തിക്കാട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നാണ് ശിവസേനയുടെ ആവശ്യം. കോൺഗ്രസിൻ്റെ ശക്തി കൊണ്ടല്ല, മറിച്ച് താക്കറേക്കും ശരത് പവാറിനും അനുകൂലമായി ഉണ്ടായിരുന്ന സഹതാപ തരംഗത്തിൻ്റെ പ്രയോജനമാണ് കോൺഗ്രസിന് ലഭിച്ചത് എന്നതാണ് ശിവസേനയുടെ നിലപാട്. മുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് താക്കറേക്ക് ലഭിക്കണം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറാവില്ല. ശിവസേനയും കോൺഗ്രസും സ്വാഭാവികമായ സഖ്യകക്ഷികളല്ല. ദീർഘകാലം ആശയപരമായി വിഭിന്ന ധ്രുവങ്ങളിൽ നിന്ന പാർട്ടികളാണ് കോൺഗ്രസും ശിവസേനയും. ഇന്നത്തെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേന കടുത്ത വർഗീയ നിലപാടുകൾ ഉണ്ടായിരുന്ന ബാൽ താക്കറെയുടെ കാലത്ത് നിന്നും ഏറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്ക് പോലും സ്വീകാര്യരായി അവർ മാറിയിരിക്കുന്നു. കോൺഗ്രസുമായി അവരെ ചേർത്ത് നിർത്തുന്നത് BJPയോടുള്ള കടുത്ത എതിർപ്പ് മാത്രമാണ്. BJPയുമായി ശിവസേനയുടെ ഭിന്നത ആശയപരമല്ല, വ്യക്തിപരവും രാഷ്ട്രീയവുമായ താൽപ്പര്യക്കുറവുകളാണ് ആ ഭിന്നതയ്ക്ക് പിന്നിൽ. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള തർക്കത്തെ തുടർന്ന് വേർപിരിയേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്ക് മറുപക്ഷത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അത്തരമൊരു സാഹചര്യത്തിന് വേണ്ടി BJP കാത്തിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് ഇന്ത്യയുടെ ഭാവി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ വസ്തുതയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്കുണ്ടായ തിരിച്ചടി കോൺഗ്രസിൻ്റെ മാത്രം ശ്രമഫലമായി ഉണ്ടായതല്ല. അത് ഇന്ത്യ മുന്നണിയുടെ മുഴുവൻ ഐക്യത്തോടെയുള്ള മുന്നേറ്റം കൊണ്ട് സാധ്യമായതാണ്. BJPക്ക് തനിച്ച് 240 സീറ്റ് ലഭിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയാണ് 236 സീറ്റുമായി BJPക്ക് തനിച്ച് ഭൂരിപക്ഷം നിഷേധിച്ചത്. 99 സീറ്റ് നേടിയ കോൺഗ്രസിന് BJPയുമായി ഇനിയും ഏറെ അകലമുണ്ട്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്താൻ ഇന്ത്യ മുന്നണി എന്ന ഫ്രെയിംവർക്ക് നിലനിർത്തുക എന്നത് അത്യന്താപേക്ഷിതമാണ്. മഹാരാഷ്ട്ര അതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് കേസാണ്. കോൺഗ്രസ് എങ്ങനെയാണ് സഖ്യകക്ഷികളെ പരിഗണിക്കുന്നത് എന്നതിൻ്റെ പരീക്ഷണശാലയാണ് മഹാരാഷ്ട്ര. ഇന്ത്യ മുന്നണിയിലെ ഭൂരിപക്ഷം ഘടകകക്ഷികൾക്കും ദേശീയ താൽപ്പര്യങ്ങളെക്കാളേറെ സംസ്ഥാന താൽപ്പര്യങ്ങളാണുള്ളത്. സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശും, RJDക്ക് ബീഹാറും, ശിവസേനയ്ക്ക് മഹാരാഷ്ട്രയും, തൃണമൂൽ കോൺഗ്രസിന് ബംഗാളും നിലനിർത്തുകയാണ് പ്രധാനം. അവിടെ അവർ കോൺഗ്രസിന് മുൻതൂക്കം അനുവദിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ശിവസേനയുടെ അവകാശവാദങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്കും കോൺഗ്രസിനോട് അവിശ്വാസം ജനിപ്പിക്കും. അതേസമയം തന്നെ ഘടകകക്ഷികളുടെ അവകാശവാദങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതെന്ന് നടന്നാലും അതിൽ വിജയിച്ച് മന്ത്രിസഭയെ നയിക്കുന്ന കക്ഷിയായി കോൺഗ്രസ് മാറണമെങ്കിൽ ഇന്നത്തതിൽ നിന്നും സീറ്റ് നില ഗണ്യമായി ഉയർത്തിയാലേ കഴിയൂ. 2004 UPA സർക്കാർ രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന് 141 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. മുന്നണിക്ക് സ്ഥിരതയുള്ള സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകണമെങ്കിൽ മുന്നണിയെ നയിക്കുന്ന കക്ഷിക്ക് പ്രബല സ്ഥാനമുണ്ടാവണം. അതിന് സംസ്ഥാനങ്ങളിൽ ശക്തി വർദ്ധിപ്പിക്കണം. അത് പല സംസ്ഥാനങ്ങളിലും ഘടകകക്ഷികളുമായി താൽപ്പര്യ സംഘർഷങ്ങളിലേക്ക് എത്തിക്കും. ഈ വിരുദ്ധ താൽപ്പര്യങ്ങളെ ബാലൻസ് ചെയ്യുക എന്നത് നൂൽപ്പാലത്തിലൂടെയുള്ള ഒരു യാത്രയാണ്. അതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നേരിടുന്ന വെല്ലുവിളിയാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ സഖ്യങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ത്യ മുന്നണി തകരും എന്നത് ഉറപ്പാണ്. ഇന്ത്യ മുന്നണിയുടെ തകർച്ചയ്ക്ക് വേണ്ടി BJP കാത്തിരിക്കുകയാണ്.
അവരെ അധികാരത്തിൽ നിന്നും പുറത്തു കളയാൻ കഴിയുന്ന ശക്തിയാണ് ഇന്ത്യ മുന്നണി എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെ BJPയുടെ എതിർപ്പാളയത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമതായി, സംസ്ഥാനങ്ങളിൽ ഈ കക്ഷികൾ അധികാരത്തിനായി മത്സരിക്കുന്നത് BJPയുമായാണ് എന്നതാണ്. രണ്ടാമതായി, BJPയോട് എന്തെങ്കിലും മൃദു സ്വഭാവം പുലർത്തുന്നത് അവർക്ക് ലഭിക്കുന്ന ഗണ്യമായ ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുത്തും എന്നതുമാണ്. BJPയോടൊപ്പം ചേരില്ല എന്ന് ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പുള്ള ഏക ദേശീയ പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കക്ഷികൾക്ക് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും. ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ ഏകോപിപ്പിച്ച് നിർത്തുന്ന ഈ ഘടകങ്ങൾ സഖ്യകക്ഷികൾക്ക് അവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസിനെ ഒരു അസറ്റാക്കി മാറ്റുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയെ ഏകോപിപ്പിച്ച് നിർത്തേണ്ടതിൻ്റെ പ്രാഥമിക ബാധ്യത കോൺഗ്രസിനാണ് എന്ന് രാഹുൽ ഗാന്ധി തിരിച്ചറിയേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ ആധിപത്യകാലത്തിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒട്ടേറെ പേർ കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതികളിൽ ഉണ്ട്. അവരുടെ തറവാടിത്ത ഗർവുകൾക്ക് വശംവദരാകാതിരിക്കുക എന്നത് രാഹുൽ പ്രദർശിപ്പിക്കേണ്ട വിവേകമാണ്. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഹരിയാനയിലും ഏതാണ്ട് സമാനമായ പ്രശ്നങ്ങളാണ് കോൺഗ്രസ് നേരിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവിടെ ആകെയുള്ള 10 സീറ്റിൽ 5 സീറ്റുകൾ നേടിയിരുന്നു. വോട്ട് ശതമാനത്തിൽ കോൺഗ്രസ് BJPയേക്കാൾ പിന്നിലായിരുന്നുവെങ്കിലും ആകെയുള്ള 90 നിയമസഭാ സീറ്റുകളിൽ 46 സീറ്റുകളിലും കോൺഗ്രസിനായിരുന്നു മുൻതൂക്കം. കർഷക പ്രശ്നങ്ങൾ, ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭം, അഗ്നിവീർ വിഷയം, ജാട്ട് അസംതൃപ്തി തുടങ്ങി BJPക്കെതിരായ കോൺഗ്രസിന് അനുകൂലമായ ഒട്ടേറെ ഘടകങ്ങൾ ഹരിയാനയിൽ നിലനിൽക്കുന്നുണ്ട്. ഹരിയാനയിൽ 2 പ്രതിസന്ധികളാണ് രാഹുൽ നേരിടുന്നത്. AAPയുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല. AAPയുമായുള്ള സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായിരുന്നില്ല എന്നതുകൊണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസ് നേരിടുന്ന അതിലും വലിയ വെല്ലുവിളി ഗ്രൂപ്പ് വഴക്കാണ്. ഹരിയാനയിൽ ഇപ്പോൾ ഏറ്റവും ജനകീയനായ നേതാവ് 2 വട്ടം മുഖ്യമന്ത്രിയായിരുന്ന ഭൂപീന്ദർ സിംഗ് ഹൂഡയാണ്. കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഏറ്റവും സാധ്യതയുള്ളതും ഹൂഡയ്ക്കാണ്. പക്ഷേ ഇതേ മോഹവുമായി മറ്റ് 2 നേതാക്കൾ രംഗത്തുണ്ട്. അത് AICC ജനറൽ സെക്രട്ടറിയായ രൺദീപ് സിംഗ് സുർജേവാലയും മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ MP-യുമായ കുമാരി സെൽജയുമാണ്. ഇവർ രണ്ടുപേരും സ്വന്തം നിലയിൽ റാലികൾ സംഘടിപ്പിച്ച് അവകാശവാദം നിലനിർത്താനുള്ള ശ്രമത്തിലാണ്. പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും രാഹുൽ ഗാന്ധിയുമായി വ്യക്തിപരമായ അടുപ്പമുള്ളവരായാണ് അറിയപ്പെടുന്നത് എന്നതാണ്. പാർട്ടിക്ക് പൊതുവായ ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ തടസ്സമാവില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നതും രാഹുൽ നേരിടുന്ന വെല്ലുവിളിയാണ്. സമീപകാലത്ത് രാഹുൽ ഏറ്റവും സജീവമായി ഉയർത്തിപ്പിടിക്കുന്നത് സാമൂഹിക നീതിയുടെ രാഷ്ട്രീയമാണ്. ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇന്ത്യയിലെ വിഭവങ്ങളുടെ വിതരണത്തിൽ അർഹമായ പങ്ക് ലഭിക്കാതെ പോകുന്നു എന്നത് ഉയർത്തിപ്പിടിക്കാനാണ് രാഹുൽ ബജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ശ്രമിക്കുന്നത്. ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള ആദ്യ പടി എന്ന നിലയിൽ ജാതി സെൻസസ് നടപ്പാക്കുക എന്ന ആവശ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. വ്യത്യസ്ത ജാതി വിഭാഗങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പ്രാതിനിധ്യവും അവകാശങ്ങളും ഉറപ്പുവരുത്തുക എന്നതാണ് ഈ ആവശ്യത്തിന് പ്രേരകമാകുന്നത്. ഇത് സ്വാഭാവികമായും ഇപ്പോൾ പ്രിവിലേജസ് അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. രാഹുൽ സമൂഹത്തെയും രാഷ്ട്രത്തെയും ഒന്നിപ്പിക്കുന്ന ആളായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘർഷത്തിലേക്ക് നയിക്കാതെ ഈ ആവശ്യം നടപ്പിലാക്കാൻ എങ്ങനെ കഴിയും എന്ന് കാണിച്ചു കൊടുക്കുക എന്നത് രാഹുൽ നേരിടുന്ന വെല്ലുവിളിയാണ്. സാമൂഹിക നീതി നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ സോഷ്യൽ ഹാർമണി ഉണ്ടാവുകയുള്ളൂ എന്ന് എല്ലാ വിഭാഗം ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ കഴിയുക എന്ന ശ്രമകരമായ ജോലിയാണ് രാഹുലിനെ കാത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വസ്തുതയാണ് ജാതി സെൻസസിൻ്റെയും സാമൂഹിക നീതിയുടെയും വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് ആത്മാർത്ഥതയുള്ളതാണ് എന്ന് തെളിയിക്കുക എന്നത്. ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി കാണിക്കുന്ന ആർജവം കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ എന്നത് സംശയകരമായ കാര്യമാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് നടപ്പാക്കാൻ വേണ്ടി ശക്തമായ നിലപാടെടുക്കുക എന്നതാണ് രാഹുലിൻ്റെ ആദ്യത്തെ കടമ. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ സിദ്ധരാമയ്യ ആദ്യത്തെ തവണ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ ജാതി സെൻസസിൻ്റെ റിപ്പോർട്ട് ലഭിച്ചിട്ടും ഇപ്പോഴത്തെ സർക്കാർ അതിൻ്റെ മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നതും രാഹുലിന് വെല്ലുവിളി ഉയർത്തുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ജാതി സെൻസസ് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്താൻ കോൺഗ്രസ് തയ്യാറാവുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ 5 കൊല്ലം അകലെയാണ് എന്ന ബോധ്യത്തോടെ വേണം രാഹുൽ ഗാന്ധി പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയ നരേറ്റീവ് നിർണ്ണയിക്കുന്നതിൽ
ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിടുന്ന വിജയങ്ങൾ 5 വർഷവും നിലനിർത്തുക എന്നതാണ് പ്രധാന വെല്ലുവിളി. ഇപ്പോൾ തന്നെ സർക്കാരിനെ പല വിഷയത്തിലും പ്രതിരോധത്തിലാക്കാൻ രാഹുലിൻ്റെ ശക്തമായ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സർക്കാർ സർവീസിലെ ഉന്നത തലങ്ങളിൽ ലാറ്ററൽ പ്രവേശനം വഴി പിൻവാതിൽ നിയമനം നടത്താനുള്ള തീരുമാനം സർക്കാരിന് മരവിപ്പിക്കേണ്ടി വന്നു. വഖഫ് ബിൽ നേരിട്ട് പാസ്സാക്കാതെ പാർലമെൻ്ററി സമിതിക്ക് വിടേണ്ടി വന്നു. ഇൻഡെക്സേഷൻ ഇളവില്ലാതെ മൂലധന ലാഭനികുതി ഈടാക്കുമെന്ന് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം പ്രതിഷേധമുണ്ടായപ്പോൾ പരിഷ്കരിക്കേണ്ടി വന്നു. ബ്രോഡ്കാസ്റ്റ് ബില്ലിൻ്റെ കരട് പിൻവലിക്കേണ്ടി വന്നു. ഇങ്ങനെ പുതിയ സർക്കാർ 100 ദിവസം പോലും തികയ്ക്കും മുമ്പ് ഇതൊരു ദുർബലമായ സർക്കാരാണെന്ന സന്ദേശം സൃഷ്ടിക്കാൻ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഈ മൊമെൻറ്റം 5 വർഷം നിലനിർത്തുക എന്നത് ഒരു കടുത്ത വെല്ലുവിളിയാണ്. ഭരിക്കുന്ന സർക്കാരിന് അവർക്ക് ലഭ്യമായ അധികാര സംവിധാനങ്ങൾ ഉപയോഗിച്ച് എല്ലാ പ്രശ്നങ്ങളെയും അപ്രസക്തമാക്കുന്ന രാഷ്ട്രീയ നരേറ്റീവുകൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ടാവണം. ഒരു കാര്യം ഉറപ്പാണ്, തൻ്റെ സർക്കാരിൻ്റെ സ്വാധീനം ഇല്ലാതാക്കാൻ നോക്കുന്നത് മോദി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. അധികാരം നിലനിർത്താൻ വേണ്ടി പുസ്തകത്തിലുള്ളതും ഇല്ലാത്തതുമായ എല്ലാ തന്ത്രങ്ങളും BJP പ്രയോഗിക്കും. ആ തന്ത്രങ്ങളെ നേരിടാൻ എപ്പോഴും സന്നദ്ധമായി നിന്നാൽ മാത്രമേ രാഹുലിനും പ്രതിപക്ഷത്തിനും BJPയെ വിജയകരമായി നേരിടാൻ കഴിയുകയുള്ളൂ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ BJPയുടെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യ സഖ്യത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുക എന്നതാണ് രാഹുൽ ഗാന്ധി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി.